എടേ ഞങ്ങളുടെ സ്വന്തം വാഴക്കകത്ത് നിന്ന് വെട്ടിയെടുത്ത കൂമ്പാണ് കേട്ടോ. അച്ഛൻ നട്ട് വളർത്തിയ വാഴ. എൻ്റെ ഒരു ചെറുപയറിൽ പോലും സഹായത്തിന് പോയിട്ടില്ല. എങ്കിലും ഉണ്ടല്ലോ ഇത് കൊണ്ടുവന്നപ്പോഴേ ഞാൻ ഒരു പിടി ചെറുപയർ എടുത്ത് കുതുക്കാൻ വെച്ചു. എന്നിട്ട് അച്ഛൻ്റെ സഹായത്തോടു കൂടിയാണ് കേട്ടോ ഇങ്ങനെ കുനുകുനാന്നരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് വേറെ ചില പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഇത്തിരി വിസ്താരമുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് ഒരു തുള്ളി എണ്ണ കയ്യിൽ തടവിയിട്ട് അത് തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് ഈ അരിഞ്ഞു വെച്ച കൂമ്പിനകത്തേക്ക് ഇത് എങ്ങനെയൊന്നാക്കി. ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കറയോ നാരോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാനോ ഞാൻ സാധാരണ ഒന്നും ചെയ്യാറില്ല. എന്നിട്ട് ഒരു പിടി തേങ്ങയ്ക്കകത്തുണ്ടല്ലോ ലേശം മുളക് പൊടി, മഞ്ഞപ്പൊടി, ജീരകം, ചെറിയ ഉള്ളി ചേർത്ത് ഇത് ഇങ്ങനെ ചതച്ചെടുത്തിട്ട് അരിഞ്ഞ സാധനത്തിനകത്തോട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് ഉഴുന്ന് വറുത്തെടുക്കുക. ഇതേ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് കടുകും വറുത്തെടുത്തിട്ട് അരിഞ്ഞു വെച്ച സാധനം അരപ്പും കൂടെ ചേർത്ത് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇത് വേവുന്ന സമയത്ത് നമുക്ക് ചെറുപയറൊന്ന് വേവിച്ചെടുക്കാം. അധികം വെന്ത് പോരുത്, ചെറിയൊരു വേവേ ആകാവുള്ളൂ. അതിനുശേഷം അടച്ച സാധനം തുറന്നു നോക്കുമ്പോൾ അതേ നല്ല അടിപൊളി പരുവത്തിൽ വെന്തിരിക്കും. ഇതിനകത്തോട്ട് ചെറുപയർ വേവിച്ചതും ഉഴുന്ന് വറുത്തതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കൂമ്പ് ചെറുപയർ തോരൻ റെഡിയാകും. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്